അധ്യായം ഐ സൂക്ഷ്മശരീരങ്ങളെക്കുറിച്ചുള്ള 3 നിരീക്ഷണങ്ങൾ. സ്ഥൂലവും സൂക്ഷ്മവുമായ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ പറഞ്ഞ വിശദീകരണത്തെ പിന്തുണച്ച് പ്രശസ്ത പാശ്ചാത്യ ദൃഷ്ടാന്തകനായ എ.ജെ. ഡേവിസ് ശ്രദ്ധേയമായ ഒരു ഉദാഹരണം നൽകുന്നു. ഒരു കുലീന സ്ത്രീ മരിച്ച് ഭൗതിക ശരീരം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം കണ്ട ഒരു രംഗം വിവരിച്ചു. അവളുടെ മരണത്തിന്റെ കൃത്യമായ നിമിഷം മനസ്സിലാക്കി ദൃഷ്ടാന്തത്തിന് അനുയോജ്യമായ ഒരു ശാന്തമായ സ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയ അദ്ദേഹം ഇനിപ്പറയുന്നവ നിരീക്ഷിച്ചു. സ്ത്രീയുടെ സ്ഥൂല ശാരീരിക അവയവങ്ങൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളായി ഇനി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരുന്നു. എന്നിട്ടും അവളുടെ ആന്തരിക വികാരങ്ങൾ പ്രാണന്റെ വേർപിരിയലിനെ ചെറുത്തു. അവളുടെ അവയവങ്ങൾ അവയുടെ അന്തർലീനമായ ശക്തികൾ ഉപേക്ഷിക്കാതിരിക്കാൻ പോരാടി. അതുപോലെ അവളുടെ രക്തക്കുഴലുകൾ രക്തം വഹിക്കാനുള്ള കഴിവ് ഉപേക്ഷിക്കാതിരിക്കാൻ പോരാടി. തലച്ചോർ ഉൾപ്പെടെയുള്ള അവളുടെ നാഡീവ്യൂഹം അവയുമായി ബന്ധപ്പെട്ട വികാരങ്ങളുടെയും ബൗദ്ധിക പ്രവാഹങ്ങളുടെയും ത്യാഗത്തെ ചെറുത്തു. ആഴത്തിലുള്ള വാത്സല്യത്തോടെ വളരെക്കാലം ഒരുമിച്ച് ജീവിച്ച 2 അടുത്ത സുഹൃത്തുക്കളെപ്പോലെ ആ നിമിഷം വേർപിരിയലിന്റെ അനിവാര്യമായ ആവശ്യകതയെ ആത്മാവും ശരീരവും ശക്തമായി ചെറുക്കുന്നതായി തോന്നി. ഒരു സാധാരണ നിരീക്ഷകന് ശരീരത്തിനുള്ളിലെ ഈ ആന്തരിക പോരാട്ടം കഷ്ടപ്പാടിന്റെയും വേദനയുടെയും ഒരു മരണകരമായ അവസ്ഥയായി തോന്നി. എന്നാൽ വാസ്തവത്തിൽ ഈ സംഭവങ്ങൾ കഷ്ടപ്പാടിനെയോ ദുഃഖത്തെയോ അർത്ഥമാക്കിയില്ല. ആത്മാവും ശരീരവും തമ്മിലുള്ള ദീർഘകാല ഐക്യത്തിന്റെ അവസാനത്തേക്കാൾ കൂടുതലൊന്നും അവ അർത്ഥമാക്കിയില്ല. ഈ നിമിഷം തല പെട്ടെന്ന് മൃദുവായതും തിളക്കമുള്ളതുമായ ഒരു മേഘത്താൽ മൂടപ്പെട്ടതായി തോന്നി. അതേ നിമിഷം തലച്ചോറിന്റെ മുകളിലെ കേന്ദ്രങ്ങൾ ഊർജ്ജത്താൽ സ്പന്ദിക്കാൻ തുടങ്ങി. മുൻപ് താഴേക്കൊഴുകിയിരുന്ന ജീവശക്തികളെ അവ മുകളിലേക്ക് വലിച്ചെടുക്കുകയും ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. തൽഫലമായി മുഴുവൻ തലയും അഗാധമായ സമാധാനത്തിന്റെ അവസ്ഥയിലെത്തി. ഈ ദൃശ്യങ്ങൾ സൂക്ഷ്മ കണ്ണുകൾക്ക് മാത്രമേ ദൃശ്യമായിരുന്നുള്ളൂ. സാധാരണക്കാർക്ക് അവ അദൃശ്യമായിരുന്നു. 2. തലയ്ക്കു ചുറ്റും പ്രത്യക്ഷപ്പെട്ട മൃദുവും സൂക്ഷ്മവുമായ മേഘത്തിനുള്ളിൽ രണ്ടാമത്തെ തല രൂപം കൊള്ളുന്നതായി തോന്നി. അതിന്റെ രൂപം കൂടിച്ചേരാൻ തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള മേഘത്തിന്റെ പ്രകാശം മങ്ങി. സൂക്ഷ്മലോകത്ത് തല പുതുതായി രൂപപ്പെട്ടതുപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായ കഴുത്ത്, തോളുകൾ, സ്തനങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തിനുള്ളിൽ ഒരു സവിശേഷ രൂപം കൈക്കൊണ്ടു. അങ്ങനെ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ രൂപീകരണത്തിൽ സ്ത്രീയുടെ ആന്തരിക മാനസിക ഗുണങ്ങൾ അതിന്റെ രൂപീകരണത്തിന് കാരണമായ ശക്തികളായി പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ഗുഹ്യ ശരീരത്തിലെ വൈകല്യങ്ങളും വൈകൃത്യങ്ങളും അവയുടെ പാരമ്യത്തിലെത്തിയതായി തോന്നി. തൽഫലമായി അവളുടെ ആത്മാവിന്റെ ഊർജ്ജം സൂക്ഷ്മലോകത്ത് ശരിയായി സ്ഥാപിക്കപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്തു. ഏതെങ്കിലും ഗുഹ്യ തടസ്സങ്ങളിൽ നിന്നും മുക്തമായി. ഈ സൂക്ഷ്മശരീരം അങ്ങനെ സ്വയമേവ രൂപം കൊള്ളുമ്പോൾ അതിന്റെ ഭൗതിക രൂപം നിരീക്ഷിച്ചവർ അതിനെ മരണവുമായി ബന്ധപ്പെട്ട അസഹനീയമായ ഒരവസ്ഥയായി മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ ഇതങ്ങനെയല്ലായിരുന്നു. ഈ പ്രത്യക്ഷതകൾ പ്രാണ ആത്മ ഊർജ്ജം താഴത്തെ അവയവങ്ങളിൽ നിന്ന് പിൻവാങ്ങി തലച്ചോറിലേക്ക് ഉയർന്ന് പിന്നീട് മുകളിലേക്ക് ഒഴുകി പ്രത്യക്ഷപ്പെടുന്ന സൂക്ഷ്മ ശരീരവുമായി ലയിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവ് ശവശരീരത്തിന്റെ തലയിൽ നിന്ന് ലംബമായി മുകളിലേക്ക് ഉയർന്നു. എന്നിരുന്നാലും ഭൗതിക രൂപത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനാവുന്നതിനു മുൻപ് സൂക്ഷ്മശരീരത്തിന്റെ പാദങ്ങൾക്കും അതിന് താഴെ കിടക്കുന്ന മൃതദേഹത്തിന്റെ തലയ്ക്കുമിടയിൽ ഒരു പ്രകാശച്ചരടുപോലെ ഒരു ജീവശക്തി വൈദ്യുതി ഒഴുകി. വാസ്തവത്തിൽ മരണം പുനർജന്മമല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഉയർന്നതും സൂക്ഷ്മവുമായ ഒരു രൂപം നേടുന്ന പ്രക്രിയയാണിത്. വാസ്തവത്തിൽ പൊക്കിൾക്കൊടിയിൽ നിന്ന് ആരംഭിച്ച് എല്ലാ അർത്ഥത്തിലും ഈ സൂക്ഷ്മ ശരീരത്തിന്റെ രൂപം ഒരു കുട്ടിയുടെ ജനന പ്രക്രിയയെ പ്രതിഫലിപ്പിക്കുന്നു. ഈ സൂക്ഷ്മ പൊക്കിൾക്കൊടി മുറിക്കുന്നതിനു മുൻപ് ശേഷിക്കുന്ന ജീവശക്തിയുടെ തീപ്പൊരി മൃതദേഹത്തിലേക്ക് തിരികെ ഒഴുകി. ആത്മാവ് വേർപിരിഞ്ഞ ഉടനെ ഭൗതിക ശരീരം വിഘടിക്കാതിരിക്കാനുള്ള കൃത്യമായ കാരണം ഇതാണ്. ശവസംസ്കാര ചടങ്ങുകൾ അഥവാ സംസ്കാരങ്ങൾ അഴകലിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം മാത്രമേ നടത്താവൂ എന്നത് ശാസ്ത്രങ്ങളുടെ ഒരു കൽപ്പനയാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ മൃതദേഹത്തിനുള്ളിൽ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന പ്രാണവാതകത്തെ ധനഞ്ജയവായു എന്ന് വിളിക്കുന്നു. 5. അവളുടെ ആത്മാവ് അത് വളരെ ഉറച്ചു നിൽക്കുന്ന വായു ശരീരത്തിൽ നിന്ന് മോചിതയായ നിമിഷം ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് സൂക്ഷ്മബോധത്തിന്റെ കണികകളെ ശ്വസിക്കാൻ തുടങ്ങിയതായി തോന്നി. കണ്ണിന് ആ സൂക്ഷ്മ ശരീരത്തിന് അത് വിട്ടുപോയ വായു ശരീരത്തിന്റെ അതേ ആകൃതിയും രേഖകളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാവിധത്തിലും അത് മെച്ചപ്പെട്ട സൗന്ദര്യം നേടിയതായി തോന്നി. എന്നിരുന്നാലും ഈ വർദ്ധിച്ച സൗന്ദര്യമുണ്ടായിരുന്നിട്ടും
അവളുടെ ഭൗമിക സ്വഭാവ സവിശേഷതകൾക്കും ശാരീരിക സവിശേഷതകൾക്കും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവളുടെ സുഹൃത്തുക്കൾ സൂക്ഷ്മമായ കാഴ്ചയുടെ ലെൻസിലൂടെ ആ സൂക്ഷ്മ ശരീരത്തെ കണ്ടിരുന്നെങ്കിൽ അത് തീർച്ചയായും